أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون صدق الله العلي العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ ബഖറയിലെ 155-56 ആയത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരീക്ഷണങ്ങളിലേക്ക് സൂചന നൽകിക്കൊണ്ടുള്ള വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണത്. ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വചനം ആരംഭിക്കുന്നത്. എങ്ങനെയെല്ലാം പരീക്ഷിക്കും? നിങ്ങളെ ഭീതി കൊണ്ട്, ഭയം കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, ജീവനഷ്ടം കൊണ്ട് പരീക്ഷിക്കും, ധനനഷ്ടം കൊണ്ട് പരീക്ഷിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറഞ്ഞു ബശിരി സ്വാബിരീൻ, അതുകൊണ്ട് ക്ഷമാലുക്കൾക്ക് സുവാർത്ത അറിയിക്കുക. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, അങ്ങനെ പരീക്ഷിക്കപ്പെടുന്ന ഘട്ടത്തിൽ അതിനോട് വിശ്വാസികൾ സ്വീകരിക്കുന്ന സമീപനം അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ഘട്ടങ്ങളിലെല്ലാം അവർ അള്ളാഹുവിലേക്ക് തിരിയുന്നവരായിരിക്കും. റബ്ബിൽ നിന്നാണ് വന്നത്, റബ്ബിലേക്ക് മടങ്ങാനുള്ളതാണ്, മറ്റെന്ത് ഭയപ്പെടാൻ എന്നതായിരിക്കും അവരുടെ സമീപനം. എന്നിട്ട് അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം വറഹ്മ, തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആ ജനതയ്ക്ക് മുകളിൽ ഉണ്ടാകും. വറഹ്മ, അവൻ്റെ കാരുണ്യം അവർക്ക് ലഭിക്കും. ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ തീർച്ചയായിട്ടും സന്മാർഗം പ്രാപിക്കുന്നവരായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ച ഇவ்விധമുള്ള പരീക്ഷണത്തിൻ്റെ എല്ലാ തലങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ജനതയാണ് ഇന്ന് ഗസയിലുള്ള ഒരു ജനത എന്ന് പറയുന്നത്. പരീക്ഷണത്തിൻ്റെ വ്യത്യസ്തമായ മുഖങ്ങളെ ഒരുപക്ഷെ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്നുണ്ടാകാം. ഇതിൽ പറയപ്പെട്ട പലതും പലരായിട്ട് അനുഭവിക്കുന്നുണ്ടാവാം. അതേസമയം വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട സകല സ്വഭാവത്തോടും കൂടിയുള്ള പരീക്ഷണ മുഖത്താണ് ഇന്ന് ഗസയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുള്ളത്. ഏതാണ്ട് 2023 ഒക്ടോബർ 7 ആരംഭിച്ച തൂഫാനുൽ അഖ്സ എന്ന് പറയുന്ന ഓപ്പറേഷൻ അതിൻ്റെ 2 വർഷം തികയാൻ പോവുകയാണ്. ഈ 2 വർഷത്തിനിടക്ക് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ സകല സീമകളും സകല അതിരുകളും ഭേദിച്ചുകൊണ്ടുള്ളതാണ്. ലോകത്ത് നിലനിൽക്കുന്ന അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ളതാണ്. ലോകത്താകെ ഉയർന്ന ഒരുപാട് ജനവികാരത്തെ, അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റുകളെ അവഗണിച്ചുകൊണ്ടുള്ളതാണ്. ഫലസ്തീൻ മാത്രമല്ല, ഫലസ്തീനുമായി ബന്ധപ്പെട്ടും ഗസയുമായി ബന്ധപ്പെട്ടും, ഗസക്കകത്ത് മാത്രമല്ല ഗസക്ക് പുറത്തുള്ള വിവിധ രാജ്യങ്ങളുടെ സ്വതന്ത്ര സ്വഭാവത്തെ കൂടി ലംഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിരുകൾ ഭേദിച്ചുകൊണ്ടാണ് ലോകത്ത് തമ്മാടി രാഷ്ട്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന സയനിസ്റ്റ് ജൂത ലോബി എന്നവരുടെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുകയും നിർവഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു ജനതയെ പച്ചക്ക് കൊല്ലുമ്പോൾ ആ ജനതയ്ക്കുള്ള അത്യാവശ്യ സാധനങ്ങളുമായി, ഭക്ഷ്യധാന്യങ്ങളുമായി ഏതാണ്ട് 500ഓളം മനുഷ്യാവകാശ പ്രവർത്തകർ അവരുടെ സഹനത്തിൻ്റെ എല്ലാ അതിരുകളും ഭേദിക്കപ്പെട്ടപ്പോൾ അവർ കടലിലേക്ക് ബോട്ടുമായി എടുത്തിറങ്ങി ആ ഫ്ലോട്ടില്ല എന്ന് പറയുന്ന ആ ഒരു വലിയ മൂവ് നടക്കുന്നത്. ആ മൂവിനോടും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുൾപ്പെടുന്ന ഒരു വലിയ ജനത നടത്തുന്ന മൂവിനോടും
ഗസ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഏതാണ്ട് ഇൻ്റർനാഷണൽ സമുദ്രപാത ഉപയോഗിച്ച് ആ രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നിടത്ത് വരെ ആ രാജ്യത്ത് അധിനിവേശം നടത്തിയ ഇസ്രായേൽ തിട്ടൂരം കാണിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ 2 വർഷത്തിനകത്ത് ലോകത്ത് എന്തെല്ലാമാണ് നടന്നത്. ടെഹ്റാനിൽ വെച്ചിട്ടാണ് ഇസ്മായിൽ ഹനിയ വധിക്കപ്പെടുന്നത്. ടെഹ്റാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്, അത്രമാത്രം ശക്തമായ സേന അവരുടെ കയ്യിലുണ്ട്. ആ ഒരു സ്വതന്ത്ര രാജ്യത്ത് വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്മായിൽ ഹനിയ വധിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസറുള്ള വധിക്കപ്പെട്ടു. ഹൂത്തികളുടെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ ഹറാവി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 5 പേരോടൊപ്പം കൊല ചെയ്യപ്പെട്ടു. നമുക്കറിയാം, ഏറ്റവും അവസാനം ഖത്തറിലെ ദോഹയിൽ വെച്ചാണ് ഖാലിദ് മിഷൽ എന്ന് പറയുന്ന ഗസയിലെ അവശേഷിക്കുന്ന തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാൾ ഉൾപ്പെടുന്ന സംഘത്തെ വധിക്കാനുള്ള ശ്രമം നടന്നത്. ഏതാണ്ട് വളരെ അടുത്തടുത്തായി ഗസയിലേക്ക് അധിനിവേശം നടത്തിയ ഇതേ സേന സിറിയയിലേക്ക് അറ്റാക്ക് നടത്തുന്നു, ട്യൂണീഷ്യയിലേക്ക് അറ്റാക്ക് നടത്തുന്നു, ഖത്തറിലേക്ക് അറ്റാക്ക് നടത്തുന്നു, ഇറാനിലേക്ക് അറ്റാക്ക് നടത്തുന്നു. ഒരു രാജ്യം ഒരു ലോകത്ത് പുരോഗതി പ്രാപിച്ചു എന്ന് പറയുന്ന കാലത്ത്, പരിഷ്കൃതം എന്ന് പറയുന്ന ഈ കാലത്ത്, അന്താരാഷ്ട്ര നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലത്ത് അതിനെയെല്ലാം പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തുല്യതയില്ലാത്തൊരു ലോക സാഹചര്യത്തെയാണ് ഞാനും നിങ്ങളും ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് യുദ്ധം എന്ന് നമുക്ക് വിശേഷിപ്പിക്കുക ഒരർത്ഥത്തിലും സാധ്യമല്ല. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധമല്ല, യുദ്ധ നിയമങ്ങൾ ഇവിടെയില്ല. ഇത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശുദ്ധവംശഹത്യയാണ്. നമ്മൾ പലപ്പോഴും പറയാറുള്ളതുപോലെ അവിടെ തകർക്കപ്പെടുന്നത് വീടുകളാണ്, ആതുരാലയങ്ങളാണ്. അതുപോലെ തന്നെ 20 കിലോമീറ്റർ വീതിയും 40 കിലോമീറ്റർ നീളവുമുള്ള തുറന്ന ജയിലിൽ 23 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ പച്ചക്ക് കൊല്ലുന്നതിന് നമ്മൾ എങ്ങനെയാണ് സഹോദരന്മാരെ യുദ്ധം എന്ന് പറയുക? ആ ജനത ഒരു തുറന്ന ജയിലിലാണ് എന്നത് എൻ്റെ ഒരു ശരാശരി, എൻ്റെ ഒരു വിശേഷണം മാത്രമല്ലല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ ജനതയുടെ ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടൽ, മറ്റൊരു ഭാഗത്ത് ഇസ്രായേൽ, 2 ഭാഗത്ത് ഇസ്രായേൽ, മറ്റൊരു ഭാഗത്ത് ഈജിപ്റ്റ്. ഒരു സമൂഹം 10-20 ലക്ഷം വരുന്ന ഒരു ജനത. നമ്മുടെ നാട്ടിൻ്റെ ഭൂപ്രദേശം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ ചെറിയ ഒരു പ്രദേശത്തേക്ക് ആയുധ കൂമ്പാരങ്ങൾ വിൽപ്പന നടത്തുന്ന ഇസ്രായേലും അമേരിക്കയും 2 കൊല്ലത്തോളമായി ആകാശത്ത് ഉപരോധം, ഭൂമിയിൽ ഉപരോധം, കടലിൽ ഉപരോധം, കരയിൽ ഉപരോധം. അവസാനം അതിനെയൊക്കെ മറികടന്ന് ആ ജനത അവരുടെ വിൽ പവർ കൊണ്ട് ഭൂഗർഭത്തിനകത്ത് അവർ രൂപപ്പെടുത്തിയെടുത്ത ഇസ്രായേൽ ഈജിപ്തിലേക്ക് ഉണ്ടായിരുന്ന അയൺ വോൾ വരെ തകർത്തുകൊണ്ടുള്ള ഉപരോധം. ഒരു ജനതയെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉപരോധിച്ചുകൊണ്ടാണ് ഈ അർത്ഥത്തിലുള്ള ശക്തമായ കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 22-23 ലക്ഷം വരുന്ന ആളുകൾ മുഴുവൻ ഈ യുദ്ധക്കെടുതി അല്ലെങ്കിൽ ഈ അധിനിവേശത്തിൻ്റെ കെടുതി അനുഭവിക്കുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇത് ഒക്ടോബർ 7 തുടങ്ങിയതല്ല. 18 വർഷമായി അവർ ഈ ഉപരോധത്തിൻ്റെ ഭീകരമായ പിടിയിലാണുള്ളത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ആരോടാണ് സയനിസ്റ്റുകൾ യുദ്ധം ചെയ്യുന്നത്? അവരുടെ കയ്യിൽ ആയുധമുണ്ട്, സാമ്രാജ്യത്വമുണ്ട്. യോദ്ധാക്കളോടല്ലല്ലോ, സ്ത്രീകളോടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികളോടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. ഇൻക്യുബേറ്ററിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളോടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. ലോക മനുഷ്യാവകാശ സംഘടനകൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു. ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പ്രായമെത്താതെ പ്രസവം കൊണ്ട കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ പ്രായമെത്തുന്നത് വരെ താൽക്കാലികമായി മെഡിക്കൽ സപ്പോർട്ടോടുകൂടി കഴിഞ്ഞുകൂടുന്ന ഇൻക്യുബേറ്റർ എന്ന് പറയുന്നതിനോടൊരു മനുഷ്യൻ കാണിക്കേണ്ട കാരുണ്യമുണ്ടല്ലോ. ഇൻക്യുബേറ്ററിൽ കിടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവർ ബോംബിട്ട് കൊന്നു. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ ഈ ഒരർത്ഥത്തിൽ ഭ്രൂണത്തിൽ കിടക്കുന്ന ഗർഭിണികളെ അവർ ക്രൂരമായി വധിച്ചോ. അതുകൊണ്ടാണ് ശ്രീമതി ലീലാവതി ഞാൻ മുമ്പ് ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ എനിക്കെൻ്റെ 90ാമത്തെ ജന്മദിനത്തിൽ എനിക്ക് ഊണിറങ്ങുന്നില്ല എന്നവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളം എത്രമാത്രം ഇസ്ലാമോഫോബിക്കാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്നതാണ് പിന്നീട് നടന്നത്. ഈ സ്ത്രീക്ക് നേരെയാണ് നമ്മുടെ കേരളത്തിൻ്റെ പൊതുബോധത്തിൽ നിന്ന് ശക്തമായ രീതിയിലുള്ള കടന്നാക്രമണം നടന്നത്. അത്രമാത്രം നമ്മുടെ നാട്ടിൽ പോലും ഇസ്ലാമോഫോബിയ ആ അർത്ഥത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്.
ഇതൊരു കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമല്ല, ഇതൊരു ജനതയുടെ, സ്വതന്ത്രമായ ഒരു രാഷ്ട്രത്തിൻ്റെ, പിറന്നു വീണ മണ്ണിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ അതിനപ്പുറത്ത് ദീനീപരമായ മാനമുള്ള, ഒരുപാട് മാനങ്ങളുള്ള ഒരു പ്രശ്നമാണ്. നിങ്ങൾക്കറിയോ, ഈ 2 കൊല്ലത്തിനകത്ത് ഏതാണ്ട് 70,000-ഓളം മനുഷ്യന്മാർ രക്തസാക്ഷികളായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. 70,000-ഓളം മനുഷ്യന്മാരെ അവർ പച്ചക്ക് കൊന്നു. ഈ 70,000-ൽ 20,000-ഓളം കുട്ടികളാണ്, അതോടൊപ്പം തന്നെ 28,000-ഓളം സ്ത്രീകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ ഇത് നമുക്ക് കാണുക സാധ്യമാണോ? ഇറാഖ് അധിനിവേശത്തിന്, അതുപോലെ തന്നെ അഫ്ഗാൻ അധിനിവേശത്തിന് ഒന്നും സാമ്രാജ്യത്വ ശക്തികളുടെ നേതൃത്വത്തിൽ നടന്ന വംശഹത്യക്ക് പോലും നീതീകരിക്കാൻ കഴിയാത്ത വിധത്തിലാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും എണ്ണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 70,000-ഓളം ആളുകൾ വധിക്കപ്പെടുമ്പോൾ അതിൽ 20,000 കുട്ടികളും 28,000 സ്ത്രീകളുമാണ് എങ്കിൽ ഏത് നൈതികതയെയാണ്, അതുപോലെ തന്നെ ഏത് നീതിബോധത്തെയാണ് ഈ കാലഘട്ടത്തിൽ പരിഷ്കൃതരെന്ന് പറയുന്ന സാമ്രാജ്യത്വവും സൈനിസവും നെഞ്ചേറ്റുന്നത് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഓരോ 45 മിനിറ്റിലും ഒരു കുഞ്ഞ് ഗസയിൽ മരിച്ചു വീഴുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? അവൻ ഞാനാണ്, അവർ എൻ്റെ മക്കളാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ഓരോ 45 മിനിറ്റിലും ഓരോ കുഞ്ഞ് മരിച്ചു വീഴുന്ന മണ്ണാണ് യഥാർത്ഥത്തിൽ ഗസ എന്ന് പറയുന്നത്. മാത്രമല്ല, ലോകത്ത് അനുവദിക്കപ്പെട്ട ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് നമുക്കറിയാവുന്നതുപോലെ പ്രസ് ഫ്രീഡം, പത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്റ്റേറ്റിനകത്ത് 4th എസ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്ന, എല്ലാം തകരുന്ന ഘട്ടത്തിൽ ലോകത്തിന് മുമ്പിൽ നീതിബോധത്തോടുകൂടി എണീറ്റ് നിൽക്കുന്ന ഏറ്റവും വലിയ സംവിധാനമാണ്, അല്ലെങ്കിൽ ആകേണ്ടതാണ് മീഡിയ എന്ന് പറയുന്നത്. ഈ കുറഞ്ഞ കാലയളവിനകത്ത് ഏതാണ്ട് 195 ജേർണലിസ്റ്റുകൾ കൊല ചെയ്യപ്പെട്ട മണ്ണാണ് ഗസ എന്ന് നമ്മൾ മനസ്സിലാക്കണം. 195 ജേർണലിസ്റ്റുകൾ കൊല ചെയ്യപ്പെട്ട മണ്ണാണ് ഗസ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ചിലർക്ക് ഇപ്പോഴും ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഡാറ്റ കൂടി ഉദ്ധരിക്കുന്നത്. അത് ഹമാസിൻ്റെ എന്തോ പ്രശ്നമല്ലേ എന്ന് ചോദിക്കുന്ന വളരെ നിഷ്കളങ്കരായ ചില മനുഷ്യരുണ്ട്. അഥവാ ഹമാസ് മിണ്ടാതിരുന്നാൽ തീരാവുന്നതാണ് എന്ന്. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഹമാസിനെയും അതുപോലെ തന്നെ ഗസയിൽ പൊരുതുന്ന പൈതങ്ങളെയുമല്ല, അവർ വിശ്വാസത്തിലെടുക്കുന്നത് നെതന്യാഹുവിനെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന പോലെ അമേരിക്കൻ പ്രസിഡന്റിനെയാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഒക്ടോബർ 7 ഹമാസ് തോഫാനുൽ അക്സ തുടങ്ങിയത് കൊണ്ട് സംഭവിച്ചതല്ലേ എന്ന് ചോദിക്കുന്നവർ ചരിത്രബോധമുള്ളവർ അല്ലെന്ന് മാത്രമല്ല, ചരിത്രത്തെക്കുറിച്ച് തീർത്തും നിരക്ഷരരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ നിരക്ഷരത നടിക്കുന്നവരാണ്. ഇപ്പോൾ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉപരോധത്തിന്റെ വയസ്സ് 18 എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 18 വർഷമായി ഒരു ജനതക്ക് അന്നം നിരോധിച്ചിട്ട്, 18 വർഷമായി ഒരു ജനതക്ക് മെഡിസിൻ നിരോധിച്ചിട്ട്, 18 വർഷമായി ഒരു ജനതക്ക് കുടിവെള്ളം നിരാകരിച്ചിട്ട്, 18 വർഷമായി ഒരു ജനതക്ക് മറ്റു സമൂഹവുമായി സംവദിക്കുവാനും ആശയവിനിമയം നടത്തുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുവാനുമുള്ള സ്വാതന്ത്ര്യം നിരാകരിച്ചിട്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ടും അവർ ജീവിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ലോകത്തിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. എന്നിട്ടും അവർ പൊരുതുന്നു എന്ന് പറയുന്നതാണ് ഈ കാലഘട്ടത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വസ്തുത. നിങ്ങൾ ആലോചിച്ചു നോക്കോ, എന്താണ് അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും പ്രകോപിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്? അവർ ഒക്ടോബർ 7 ആരംഭിച്ച് ഒരാഴ്ച കൊണ്ട് തീർപ്പാക്കാമെന്ന് തീരുമാനിച്ച കാര്യം 2 കൊല്ലങ്ങൾക്ക് ശേഷവും അവർക്ക് തീർപ്പാക്കാനാവുന്നില്ല എന്നുള്ളതാണ്. പോരാട്ട വീര്യത്തെ അവർക്ക് നശിപ്പിക്കാനുള്ള എല്ലാ ആയുധങ്ങളും, ആവനാഴിയിലെ അവസാനത്തെ ആയുധവും അവരെടുത്ത് പ്രയോഗിച്ചതിന് ശേഷവും ആ ജനതയുടെ പോരാട്ട വീര്യത്തെ ഏതാണ്ട് ഇല്ലായ്മ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫലസ്തീനികളുടേതാണ് എന്നറിഞ്ഞിരിക്കേണ്ട നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് നിന്ന് പോലും ചിലപ്പോൾ അറിയാൻ കഴിയുന്നത് അത് അവർ സൃഷ്ടിച്ചൊരു പ്രശ്നമല്ല എന്നുള്ളതാണ്. ഫലസ്തീൻ എന്നും ഫലസ്തീനികളുടേതാണ്. ഇതൊരു സത്യമാണ് എന്നത് ചരിത്ര വിദ്ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യബോധവും ഒരു രാജ്യത്തിൻ്റെ സ്വയം നിർണയാവകാശവുമായി ബന്ധപ്പെട്ട തലം മാത്രമല്ലല്ലോ ഉള്ളത്.
ഖുദ്സ് നിലകൊള്ളുന്ന മണ്ണാണ് അത്, ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണാണ് അത്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശാരോഹണ യാത്ര ആരംഭിച്ച മസ്ജിദാണ് അത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് തീർത്ഥാടനം നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പുണ്യം നിങ്ങൾക്ക് കരഗതമാക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച 3 പവിത്രമായ മസ്ജിദുകളിൽ ഒന്നാണ് അത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തശുദ്ദുർ റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദിൻ മസ്ജിദി ഹാദാ വ മസ്ജിദിൽ ഹറാം വ മസ്ജിദിൽ അഖ്സ. നിങ്ങൾ 3 മസ്ജിദുകളിലേക്കാണ് സവിശേഷമായ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ തീർത്ഥാടനം നടത്തേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ. അതൊന്ന് മസ്ജിദുൽ ഹറാമാൻ, ഒന്ന് മസ്ജിദുൻ നബവിയാൻ. മൂന്നാമത് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മസ്ജിദുൽ അഖ്സയാൻ. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശാരോഹണ യാത്രയെ ഖുർആൻ പറയുന്നില്ലേ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബശീർ. ആ യാത്ര പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിക്കുന്നത് മസ്ജിദുൽ അഖ്സയിൽ നിന്നാണ്. ആ ഒരു അർത്ഥത്തിൽ ഒരുപാട് മാനങ്ങളില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റേതു കൂടിയാണ്, എനിക്ക് കൂടി പവിത്രമാക്കപ്പെട്ട മണ്ണാണ്, എനിക്ക് കൂടി വേണ്ടിയിട്ടാണ് ആ ജനത പൊരുതുന്നത് എന്ന ബോധം മുസ്ലിം സമൂഹത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഗാന്ധിജി എത്രയോ പതിറ്റാണ്ട് മുമ്പ് പറഞ്ഞല്ലോ, ഇന്ത്യയുടേതെന്ന പോലെ ഫലസ്തീൻ എന്ന് പറയുന്നത് ഫലസ്തീനികളുടേതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതൊരു വലിയ ചരിത്രം. ഞാൻ ഈ ഒരു ഖുതുബയിൽ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഒരുപാട് ആഴത്തിൽ പോകാനല്ല, പക്ഷേ നാൾ വഴി നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഏതാണ്ട് 1897 ഒരു പക്ഷേ സയനിസത്തിന്റെ പിതാവ് എന്ന് പറയുന്ന തിയോഡർ ഹെർസലാണ് ഈ പറയുന്ന ഒരു കോൺസെപ്റ്റ് രൂപപ്പെടുത്തിയെടുക്കുന്നത്. ആ ഗൂഢാലോചനയുടെ പ്രഖ്യാപനമാണ് 1917 ബാൽഫർ പ്രഖ്യാപനം എന്ന് പറയുന്നത്. 1948 സഖ്യകക്ഷികൾ 2ാം ലോക യുദ്ധത്തിൽ തങ്ങളെ സഹായിച്ചതിന് പ്രത്യുപകാരമായിട്ട് അറബ് ലോകത്തിന്റെ നെഞ്ചത്ത് അതിൻ്റെ കരള് പറിച്ചെടുത്ത് ഇസ്രായേലിന് കൊടുക്കുമ്പോൾ അവർ അതിൻ്റെ അവകാശികളെ ആയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിന്റെ വിവിധ കോണുകളിൽ അലഞ്ഞു നടന്നിരുന്ന ജൂതന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് അറബ് ലോകത്തിന്റെ നെഞ്ചത്ത് അവരെ കുടിയിരുത്തുന്ന ഘട്ടത്തിൽ അതിർത്തിയില്ലാത്ത ഒരു രാജ്യത്തെയാണ് യഥാർത്ഥത്തിൽ സഖ്യകക്ഷികൾ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ 1948 അവർ പ്രഖ്യാപിച്ച ഇസ്രായേൽ എന്ന് പറയുന്നത് അതിരുകളില്ലാത്ത രാജ്യമാണ്. പക്ഷെ അവർക്ക് അതിരുകൾ ഉണ്ടായിരുന്നു. ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന അവരുടെ അതിര് ഇറാഖിൽ നിന്ന് തുടങ്ങി ഈജിപ്തിലൂടെ സിറിയയിലൂടെ മക്ക തൊട്ട് മദീന വരെ എത്തുന്നതാണ് എന്ന രാഷ്ട്രീയ ബോധം മുസ്ലിം സമുദായത്തിന് എന്നാണ് ഉണ്ടാവുക എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് ഹമാസിന്റെ പ്രശ്നമാണ്, ഇത് ഗസയുടെ പ്രശ്നമാണ്, അതുപോലെ തന്നെ ഇത് അവിടുത്തെ ചെറുത്തുനിൽപ്പിന്റെ പ്രശ്നമാണ് എന്നതല്ല. വിശാലമായ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വിശാലമായ ഭൂപടത്തെ വെച്ചുകൊണ്ട് സയനിസവും സാമ്രാജ്യത്വവും പരസ്പരം ധാരണയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യാ പരമ്പരയുടെ തുടർച്ചയിലാണ് ലോകം ഇന്ന് തരിച്ചു നിൽക്കുന്നത് എന്ന് എങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. 1948 ഈ പ്രഖ്യാപിച്ചതിന് ശേഷം 56 നടന്ന യുദ്ധം, 67 നടന്ന യുദ്ധം, 73 നടന്ന അധിനിവേശ യുദ്ധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തങ്ങളുടെ അതിർത്തികൾ വികസിപ്പിച്ചുകൊണ്ടേയിരുന്നതിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ അതിനോട് ചെറുത്ത് നിൽക്കുക എന്നുള്ളൊരു മൗലികമായ ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഹമാസ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ജനതയുടെ സ്വാതന്ത്ര്യ പോരാട്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹമാസ് എന്ന് പറയുന്നത് പോലും നമ്മൾ പലരും മനസ്സിലാക്കിയതുപോലെ 2006 134 72 സീറ്റ് നേടി, അഥവാ 44% സീറ്റ് നേടി ജനാധിപത്യ പ്രക്രിയയിലൂടെ ആ ജനത തെരഞ്ഞെടുത്ത ഒരു വിഭാഗമാണ് ഹമാസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ നിമിഷം ഇപ്പോൾ നമ്മൾ ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ ഈ ജനതയെ നമ്മുടെ നാട്ടിൽ നിന്ന് പലരും പഴിക്കുമ്പോഴും എന്തേ ഗസയിൽ നിന്ന് ഒരു ജനതയും അവരെ തള്ളിപ്പറയാത്തു എന്ന് ചോദിച്ചാൽ, അവർ കാണുന്ന വിശുദ്ധ മണ്ണിനെ, അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ, അവർ പിറന്ന മണ്ണിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ കൊടുത്ത് പൊരുതുന്ന അവരുടെ കൂട്ടത്തിലെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെറുത്തുനിൽപ്പ് സംഘത്തിന് അവരിട്ടിരിക്കുന്ന വിളിപ്പേരാണ് യഥാർത്ഥത്തിൽ ഹമാസ് എന്ന് പറയുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാലോ, നമ്മൾ പോർച്ചുഗീസുകാർക്കെതിരെ പൊരുതി, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണ്ടേ. നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി,
ഒരു കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർക്കെതിരെ നടത്തിയ പോരാട്ടത്തെക്കുറിച്ചാണ് സൈനുദ്ദീൻ മഖ്ദൂം തുഹ്ഫത്തുൽ മുജാഹിദീനിൽ ജിഹാദാണ് അത് എന്ന് പ്രഖ്യാപിച്ചത്. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന അധിനിവേശ സേനയ്ക്ക് നേരെ നാം നടത്തിയ പോരാട്ടത്തെ ആ കാലഘട്ടത്തിലെ പൂർവിക പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട ജിഹാദ് എന്ന് വിശേഷിപ്പിച്ചുവെങ്കിൽ അതിനപ്പുറമുള്ള മാനം എന്ന് പറയുന്നത് ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചനത്തിന് വേണ്ടി ഒരു ജനത അധിനിവേശ സേനയോട് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ ജിഹാദാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാതന്ത്ര്യ സമരമാണ്. അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവരുടെ കൂടെയുള്ളവരെ ക്രൂരമായി വംശഹത്യ നടത്തുമ്പോൾ, അവരുടെ മാതാപിതാക്കളുടെ മുമ്പിലിട്ട് അവരുടെ വധിക്കുമ്പോൾ, അവരുടെ അരുമ പൈതലിനെ അവരുടെ മുമ്പിലിട്ട് വധിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, മാതാവിന്റെ മാറിടത്തിൽ നിന്ന് അമ്മിഞ്ഞപ്പാൽ നുകരുന്ന ചുവര പൈതലിനെ മാതാവിന്റെ മാറിടത്തിലിട്ട് ജനറൈകളിലൂടെ ഷൂട്ട് ചെയ്ത് വധിക്കുന്ന അത്രമാത്രം ക്രൂരത പുലർത്തുന്ന ഒരു വിഭാഗത്തിന്റെ പേരാണ് സയനിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പൊരുതുകയല്ലാതെ ആ ജനതയുടെ മുമ്പിൽ വേറെ വഴികളില്ല എന്ന്. മഹമ്മൂദ് ദർവേഷിന്റെ ഒരുപാട് വരികളിൽ ഈ അനിശ്ചിതത്വത്തെക്കുറിച്ച്, ആ അനന്തമായ പോരാട്ടത്തെക്കുറിച്ച്, അവർ കാണിക്കുന്ന അങ്ങേയറ്റത്തെ അസാമാന്യമായ അവരുടെ വിൽപവറിനെ കുറിച്ച് അദ്ദേഹം പലയിടങ്ങളിലായി വിശേഷിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവസാനത്തെ അതിർത്തിക്കുമപ്പുറം പക്ഷികൾ അങ്ങോട്ട് പറക്കാനാണ്, അവസാനത്തെ അതിർത്തിക്കുമപ്പുറം പക്ഷികൾ അങ്ങോട്ട് പറക്കാനാണ്, അവസാനത്തെ വൻകരയ്ക്കുമപ്പുറം പക്ഷികൾ അങ്ങോട്ട് ചേക്കേറാനാണ്. പറന്നുയരാൻ ഇടമില്ലാത്ത, അതുപോലെ തന്നെ ചേക്കേറാൻ ഇടമില്ലാത്ത, തങ്ങൾ പറന്നു വീണ മണ്ണിലേക്ക് തീമഴയായി വർഷിച്ചുകൊണ്ടിരിക്കുന്ന തീബോംബുകൾക്ക് നേരെ 2 വർഷം നിന്ന് പൊരുതിയിട്ടും വിൽപവറിൽ ഒട്ടും ചോർച്ച സംഭവിക്കാത്ത ഒരു ജനതയെയാണ് നമ്മൾ അവിടെ കാണുന്നത്. മറുഭാഗത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, വിശുദ്ധ ഖുർആനിൽ മുനാഫിക്കുകളെ കുറിച്ച് ഒരു പ്രയോഗമുണ്ട്. ലാ യുഖാതിലൂനകും ജമീഅൻ ഇല്ലാ ഫീ ഖുറൻ മുഹസ്സനത്തിൻ ഔ മിൻ വറാഇ ജുദ്രിൻ ബഅസുഹും ബൈനഹും ശദീദ് തഹ്സബുഹും ജമീഅ വഖുലൂബുഹും ശത്ത ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഖിലൂൻ. വിശുദ്ധ ഖുർആൻ മുനാഫിക്കുകളെ കുറിച്ച് നടത്തുന്ന ഒരു പരാമർശം വിവിധമാണ്. അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നില്ല, ഒരുമിച്ച് യുദ്ധം ചെയ്യുന്നില്ല, അവർ ഉയർത്തപ്പെട്ട ഭദ്രമായ കോട്ട, സുരക്ഷിതമായ കോട്ടക്കകത്ത് നിന്നുകൊണ്ടല്ലാതെ, അതല്ലെങ്കിൽ അവർ നിങ്ങളോട് ഷൂട്ട് ചെയ്യുന്നത് ചുമരുകൾക്ക് മറവിൽ ഒളിഞ്ഞു നിന്നുകൊണ്ടാണ്. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നെന്ന് നിങ്ങൾ അവരെ കുറിച്ച് വിചാരിക്കും, പക്ഷെ അവർക്കിടയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ശക്തമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ആ ജനത ജീവിക്കുന്നു എന്ന് പറയുന്നത് തന്നെ മഹാത്ഭുതമാണ്. US എന്ന് പറയുന്ന രാജ്യം 51ാമത്തെ അവരുടെ സ്റ്റേറ്റ് എന്ന പോലെയാണ് അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ മികച്ച സേനയെ വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ ചാരവലയത്തെ മുൻനിർത്തിക്കൊണ്ട്, മികച്ച ആയുധം മുന്നിലെടുത്തുകൊണ്ടാണ് അവർ ഭീകരമായ വംശഹത്യ നടത്തുന്നത്. എന്നിട്ടും അവരെന്തുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതവരാർജിച്ച വിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും തുറന്ന മൈതാനിയിൽ മേൽക്കൂരകളില്ലാത്ത ആകാശം മേൽക്കൂരയായ ജനതക്കിടയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടാൽ, ആ കുട്ടികൾ ലോകത്തോട് സോഷ്യൽ മീഡിയയിലൂടെയും മീഡിയയുടെ മുമ്പിലൂടെയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും ആത്മവിശ്വാസത്തോടു കൂടിയും ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ വനിഅമൻ നസീർ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ അഭിമുഖീകരിക്കുന്ന അവിടുത്തെ പൈതങ്ങൾ ആർജിച്ചെടുത്ത ആർജവത്തിന്റെ ആധാരം എന്ന് പറയുന്നത് അവർ നേടിയെടുത്ത വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധവും അവരുടെ വിശ്വാസവുമാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ അള്ളാഹുവിന്റെ സഹായം മാത്രമാണ്. കടലാസ് പ്രമേയങ്ങൾ കൊണ്ട്, അവരെ ഐക്യദാർഢ്യങ്ങൾ കൊണ്ട് മാത്രം അവർക്ക് അതിജീവനം സാധ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, തുഫാനുൽ അഖ്സയ്ക്ക് ശേഷം ലോക ജനതയിലേക്ക് ഗസ എത്തി എന്നത് ഇസ്രായേൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഇടുക്കം തന്നെയാണ്. ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് വഷളാകേണ്ടി വരുന്നത്, പ്രഭാഷണത്തിന്റെ ഘട്ടത്തിൽ ലോകരാജ്യങ്ങളിൽ ഇറങ്ങിപ്പോകുന്നത്, 10 രാജ്യം ഒഴികെ 150ഓളം രാജ്യങ്ങൾ ഫലസ്തീൻ എന്ന് പറയുന്ന ആശയത്തോടൊപ്പം നിലകൊള്ളുന്നത്, ലോകത്തിന്റെ തെരുവിന്റെ താളം, ജനാവലികൾ കൊണ്ട് നിബിഡമായ തെരുവിന്റെ താളം ഇന്ന് ഫ്രീ പലസ്തീൻ എന്നുള്ളതാണ്, വൈവ ഫലസ്തീൻ എന്നുള്ളതാണ്, സ്റ്റോപ്പ് ദ ജെനോസൈഡ് ഇൻ ഗസ എന്നുള്ളതാണ്. ഇതൊന്ന് യഥാർത്ഥത്തിൽ ഗസയിലെ സ്ലോഗൻ അല്ല, ഇറ്റലിയിലെ, ജർമ്മനിയിലെ, ഫ്രാൻസിലെ, അമേരിക്കയിലെ, ന്യൂയോർക്കിലെ, അതുപോലെ തന്നെ UK-യിലെ, അതേപോലെ തന്നെ ക്യാമ്പസുകളിലെ, തെരുവുകളിലെ ഒരാശയമായി ഇന്ന് ഫ്രീ ഗസ എന്ന് പറയുന്ന
ആശയം ഉയർന്നു വരുന്നുണ്ട് എങ്കിൽ ഞാൻ പറയുക 70,000-ഓളം വരുന്ന രക്തസാക്ഷിത്വത്തിന് ലോകം ഒടുക്കേണ്ടി വന്ന അല്ലെങ്കിൽ ലോകത്തിൽ ലഭ്യമായ വാല്യൂ ആണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ അടുത്ത് കൊളംബിയയുടെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ അയാളെ ജയിലിലടക്കണം, അഥവാ അമേരിക്കൻ പ്രസിഡന്റിനെ ജയിലിലടക്കണം. സ്പെയിനിന്റെ ഭരണാധികാരി പറഞ്ഞല്ലോ ഓരോരുത്തരും അവരുടെ കണക്ക് പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് പാവം ഗസയിൽ കുഞ്ഞുങ്ങളുടെ രക്തക്കറ പുരണ്ടില്ല എന്ന് എല്ലാ ബിസിനസ്സുകാരും ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം തന്റെ ജനതയ്ക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ ജനതയ്ക്ക് കാര്യകാരണ ബന്ധത്തിന് അതീതമായി ഇനി അതിജീവനം സാധ്യമാവുക എന്നത് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് സാധ്യമാകേണ്ട ഒന്നാണ്. കൊളംബിയയുടെ പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങളുടെ ഈ ഐക്യദാർഢ്യത്തിനപ്പുറം ഏഷ്യൻ സേന രൂപീകരിച്ചുകൊണ്ട് ഇടപെടുകയല്ലാതെ പരിഹാരമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഒറ്റപ്പെട്ട അഭിപ്രായമാണ്. ബാക്കിയുള്ളതെല്ലാം ഐക്യദാർഢ്യത്തിലും അതുപോലെ തന്നെ പ്രമേയങ്ങളിലും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ആ ജനതയ്ക്ക് അതിജീവനം സാധ്യമാകണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായമാണ് അവരുടെ മുമ്പിലുള്ളത്. ഖുർആനിൽ ഒരുപാട് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളുണ്ട്. ഒരു പക്ഷെ അവരും ആത്മവിശ്വാസം കൊള്ളുന്ന അതിൽ തന്നെയാണ്. ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ധിക്കാരികളുടെ ധിക്കാരം അല്ലാഹു കാണുന്നില്ല എന്ന്. ഇന്നല്ലദീന കഫറു യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദു അൻ സബീലില്ലാഹി ഫസയുൻഫിഖൂനഹാ സുമ്മ തകൂനു അലൈഹിം ഹസ്റ സുമ്മ യുഗ്ലബൂന വല്ലദീന കഫറു ഇലാ ജഹന്നമ യുഹ്ശറൂൻ. അവർ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു. കോർപ്പറേറ്റുകൾ കൂടി ചേർന്നതാണ് സൈനിസവും സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ പണം ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു, വീണ്ടും വീണ്ടും അവർ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, അതിന്റെ പേരിൽ അവർ ഖേദിക്കുന്ന നാളുകൾ അവരെ കാത്തിരിക്കുന്നു എന്ന്. മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, ഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം ഫഅതല്ലാഹു ബുനിയാനഹും മിനൽ ഖവാഇദി ഫഖറ അലൈഹിമുസ് സഖഫു മിൻ ഫൗഖിഹിം വഅതാഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ. അവർ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് മുമ്പ്, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തന്ത്ര സൗധങ്ങളെ അടിത്തറയോടെ പിഴുതു കളഞ്ഞു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അഥവാ ഫഅതല്ലാഹു ബുനിയാനഹും മിനൽ ഖവാഇദി, അവർ കുതന്ത്രങ്ങൾ മെനയുന്ന മികച്ച സൗധങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിത്തറയോടെ പിഴുതു കളഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. വൈദാ അറദ്നാ നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫിഹാ ഫഫസഖൂ ഫീഹാ ഫഹഖ അലൈഹിൽ ഖൗലു ഫദമ്മർനാഹാ തദ്മീറാ. ഒരു ജനത ധിക്കാരത്തിന്റെ വഴിയെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, എല്ലാ ആജ്ഞകളെയും അവർ ധിക്കരിച്ച് അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് അല്പം ആക്സസ് കൊടുക്കാം. പക്ഷേ ഒരു ഘട്ടത്തിൽ അള്ളാഹു അവരെ പിടികൂടും എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് ഇതെല്ലാം ഖുർആനിന്റെ ഒരു വാക്യം മാത്രമല്ല, ചരിത്രം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ സുന്നത്ത് കൂടിയാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ചരിത്രത്തിൽ ഇതിനേക്കാൾ വലിയ നാഗരിക ക്രമത്തിന് നേതൃത്വം കൊടുത്ത ധിക്കാരികളായ ഭരണാധികാരികളുടെ പതനത്തെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നത് പിൽക്കാലത്ത് ജീവിക്കുന്ന ജനസമൂഹത്തിന് ആത്മവിശ്വാസത്തിന് വക നൽകുവാനും ധിക്കാരികൾക്ക് പാഠം നൽകുവാനുമാണ്. ഈ യൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വയഖുദുലുക്കും ഫമൻ ദല്ലദി യൻസുറുക്കും മിൻ ബഅദിഹി വഅലല്ലാഹി ഫലതവക്കലിൽ മുഅ്മിനൂൻ. അള്ളാഹുവിന്റെ സഹായം ലഭിച്ചാൽ, അള്ളാഹുവിന്റെ സഹായത്തിന് അർഹതപ്പെടുന്ന ഒരു ജനതയെ ആരവഗണിച്ചു കഴിഞ്ഞാലും അതിനൊരു പരിധിയുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണമെന്ന്. ഉഹ്ദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, യംസസ്കും കറുഹൻ ഫഖദ മസ്സൽ ഖൗമ കറുഹൻ മിസ്ലഹു വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനൻ നാസ് വലിയഅലമല്ലാഹു അല്ലദീന ആമനു വയത്തഖിദ മിൻകുമുശ് ശഹദാ വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല സമയക്കുറവ് മുഖേന. അഥവാ ഇപ്പോ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ജയപരാജയങ്ങൾ എന്ന് പറയുന്നത് സ്ഥായിയായി ഒന്നിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്നതല്ല. അത് കാലചക്രം കറങ്ങുന്നതനുസരിച്ച് മാറി മാറി വരുന്നതാണ്. ആ കാലഗണനയുടെ മാറ്റത്തിനു വേണ്ടി നിങ്ങൾ യത്നിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഇത്രയും പറഞ്ഞത് ആ ജനതയ്ക്ക് മുമ്പിലുള്ള ഓപ്ഷൻ അള്ളാഹുവിന്റെ സഹായമാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്ത് എന്ന് ചോദിച്ചാൽ, ഒന്ന് റബ്ബിനോട് നമ്മുടെ പ്രാർത്ഥനയിൽ ഗസയിലെ എന്റെയും നിങ്ങളുടെയും പിഞ്ചു വൈദങ്ങൾ ഉണ്ടാകണം. പട്ടിണി കിടന്ന മരിച്ച കുട്ടികളുടെ എണ്ണം നിങ്ങൾ കണ്ടില്ലേ? അന്നം കിട്ടാതെ മരിക്കുന്ന കുട്ടികൾ. ആഹാരം ഞങ്ങൾ കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് അവരുടെ ആഹാരപ്പൊതിക്ക് കൈ നീട്ടുന്ന ഘട്ടത്തിൽ കയ്യിൽ ആഹാരപ്പൊതി വെച്ചു കൊടുക്കുന്നതിന് പകരം ബോംബിട്ട് കൊല്ലുന്ന കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? അതെന്റെ മകളാണ്, എന്റെ മകനാണ്, എന്റെ ഉപ്പയാണ്, എന്റെ ഉമ്മയാണ്, എന്റെ സഹോദരനാണ്.
എൻ്റെ സഹോദരിയാൻ എന്ന സ്വഭാവത്തോടു കൂടിയുള്ള ദുആ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതാണ്. എപ്പോഴും ഉണ്ടാകണം. ഞാൻ പറയുക, പാതിരാ നമസ്കാരങ്ങളിൽ, ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിൽ, ഒന്നിച്ചുകൂടി സമ്മേളിക്കുന്നിടങ്ങളിൽ, വ്യക്തിപരമായ പ്രാർത്ഥനകളിലെല്ലാം പടച്ച റബ്ബിന്റെ കാരുണ്യ കവാടത്തിൽ ഇരുന്നു കൊണ്ട് റബ്ബിനോട് നമ്മൾ ദുആയിരക്കണം എന്നാണ് ഒന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. രണ്ട്, ഗസയ്ക്ക് അനുകൂലമായ പൊതുബോധ നിർമ്മിതി നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് ഇവിടെ സ്കോപ്പില്ല, ഒരു മനുഷ്യന് സ്കോപ്പില്ല. പിന്നെ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് സ്കോപ്പ് ഉണ്ടാവുക? ഹമാസിനെ പഴിചാരിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകാനാണ് ഞാൻ പറയുന്നത്. അതുകൂടി ഇല്ലാത്ത ആ ജനതയുടെ ചെറുത്തുനിൽപ്പ് എന്താകുമായിരുന്നു എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. അതുകൊണ്ട് ഗസയ്ക്ക് അനുകൂലമായ പൊതുബോധ നിർമ്മിതി നമ്മുടെ നാട്ടിൽ പോലും പ്രധാനമാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മൂന്നാമത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സയനിസത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെയുള്ള മനസ്സാ. അത് നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 47 വധിക്കപ്പെട്ടു, ഇന്നലെ 35 വധിക്കപ്പെട്ടു. ഇത് കേൾക്കുന്നു, നമുക്കൊന്നും സംഭവിക്കുന്നില്ല, സമൂഹത്തിനൊന്നും സംഭവിക്കുന്നില്ല. ഇത് നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സാമ്രാജ്യത്വത്തിന്റെയും സയനിസത്തിന്റെയും പൈശാചികതയെ തുറന്നു കാണിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതാണ്. സ്പാനിഷ് ഭരണകൂടം ആ ജനതയോട് പറഞ്ഞതാണ്, ഏതളവിൽ എത്ര നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ ഉൽപ്പന്നങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ. സാധ്യമാകുന്നിടത്തോളം ഞാൻ പറയുന്നത് കൊണ്ടാണ്. നമ്മുടെ നാണയത്തൊട്ടിന്റെ അംശം എൻ്റെ പ്രിയപ്പെട്ട പിഞ്ചു ബാലികാമാരന്മാരുടെ നെഞ്ചത്ത് ഡ്രോണായി ചെന്ന് പതിക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള കരുതൽ നമുക്ക് സാധ്യമാകുന്ന അർത്ഥത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതാണ്. ആ ഒരു അർത്ഥത്തിൽ ഇവിടെ നിന്നുകൊണ്ട് ആ ജനതയ്ക്ക് നിറകണ്ണുകളോടുകൂടി റബ്ബിന്റെ കാരുണ്യ കവാടത്തിൽ ദുആയിരുന്ന് നമുക്ക് സാധ്യമാകുന്നത് നിർവഹിക്കുക എന്ന് പറയുന്നത് ഈ കാലം നമ്മോട് ആവശ്യപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തമ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.